സംവിധായകനും ബിഗ് ബോസ് വിജയുമായ അഖിൽ മാരാർക്കെതിരെ പരാതി നൽകി ബി.ജെ.പി. അഖിൽ മാരാർ ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ചാണ് ബി.ജെ.പി. കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത്. മൂന്നാം കക്ഷി ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ നിന്നും ഇന്ത്യ പിന്നോട്ടു പോയെന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. ഇതിനെ തുടർന്ന് ബി.ജെ.പി. RSS അനുകൂലികൾ അഖിൽ മാരാർക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പരാതി. അഖിൽ മാരാറെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരുന്നു. പാവം അഖിൽ മാരാരെ മിത്രങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു. ഒന്ന് പോടാപ്പോ, കാര്യാലയത്തിൽ നിന്നാണല്ലോ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതെന്നായിരുന്നു സന്ദീപിന്റെ ചോദ്യം. സന്ദീപ് വാര്യരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: പാവം അഖിൽ മാരാറെ മിത്രങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചു. ഒന്ന് പോടാപ്പ, കാര്യാലയത്തിൽ നിന്നാണല്ലോ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്. RSSന്റെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അവർ സ്നേഹിക്കുന്ന രാഷ്ട്രസങ്കല്പത്തെ ആധാരമാക്കിയാണ്. നമ്മൾ ജീവിക്കുന്ന യഥാർത്ഥമായ ഇന്ത്യ എന്ന ബഹുസ്വര രാഷ്ട്രത്തെയല്ല അവർ സ്നേഹിക്കുന്നത്, മറിച്ച് ഏകശിലാത്മകമായ എന്നാൽ ഒരിക്കലും സംഭവിക്കാത്ത ഹിന്ദു രാഷ്ട്രത്തെയാണ് അവർ സ്നേഹിക്കുന്നത്. ഞാൻ എന്റെ വീടിനെ സ്നേഹിക്കുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിന്റെ ചുവരുകളെയും വാതിലിനെയും ഉത്തരത്തെയും ഓടിനെയും സ്നേഹിക്കുന്നു എന്നാണോ? അതോ ആ വീട്ടിൽ നിങ്ങളോടൊപ്പം കഴിയുന്ന, ആ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്ന നിങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും സ്നേഹിക്കുന്നു എന്നതാണോ? എന്താണ് വീട് സ്നേഹം? സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാതെ വീടിനെ മാത്രം സ്നേഹിക്കാൻ കഴിയുമോ? ഇത് തന്നെയല്ലേ RSSന്റെ രാജ്യസ്നേഹവും? ഹിമാലയം മുതൽ ഹിന്ദു സാഗരം വരെയുള്ള ഭൂമിയെ മാത്രം സ്നേഹിച്ചാൽ പോരാ, അവിടെ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന മനുഷ്യരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ സ്നേഹിക്കാൻ കഴിയണം. അപ്പോഴേ നിങ്ങളൊരു രാജ്യസ്നേഹിയാവൂ, സന്ദീപ് വാര്യർ പറഞ്ഞു. അഖിൽ മാരാർ ബിഗ് ബോസിന് ശേഷവും ആളുകൾക്കിടയിൽ വളരെയധികം ജനപ്രീതി ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ സമകാലിക വിഷയങ്ങളിൽ തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിന് താരത്തിന് ഇതുവരെ ഒരു മടിയും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ താരത്തിന് വിമർശകരുമേറെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് നിരന്തരം ഈ വിഷയത്തിൽ അദ്ദേഹം തന്റെ അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. ഇതിലൂടെയാണ് കടുത്ത ആക്ഷേപം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. അഖിൽ മാരാർ കപട മതേതരവാദിയാണെന്നുൾപ്പെടെ ചില കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറും അഭിപ്രായം അറിയിച്ചു രംഗത്ത് വന്നിരുന്നു. യൂട്യൂബിൽ പങ്കുവച്ച ഏറ്റവും പുതിയ വീഡിയോയിലൂടെയാണ് രാഹുൽ ഈശ്വർ തന്റെ നിലപാട് അറിയിച്ചത്. പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയുടെ ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ സംസാരിച്ചത്. അഖിൽ മാരാറോട് വിദ്വേഷമൊന്നും ഇല്ലെന്നും എങ്കിലും താരം പറഞ്ഞ ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ടെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. അഖിൽ മാരാർ രാജ്യദ്രോഹിയാണോ? അഖിൽ മാരാറെ വലതുപക്ഷത്തു നിന്നുള്ള സുഹൃത്തുക്കൾ വിമർശിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ശരിക്കും എന്താണ് ഈ രാജ്യസ്നേഹം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കപട രാജ്യസ്നേഹവും അല്ലെങ്കിൽ കപട ദേശീയത അല്ലെങ്കിൽ കപട മതേതരത്വം എന്നിവ എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. എന്താണ് ഈ യഥാർത്ഥ സ്നേഹം എന്നൊക്കെ നാം അറിഞ്ഞിരിക്കണം. പാകിസ്ഥാന്റെ വളരെ പ്രശസ്തനായ ക്രിക്കറ്ററായ ഷാഹിദ് അഫ്രീദി ഒരു ബൈക്ക് റാലിയൊക്കെ നടത്തിയിരുന്നു. പാകിസ്ഥാന്റെ വിജയമായിരുന്നു ഇത്, ഇന്ത്യ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അത്. പാകിസ്ഥാനികൾ പോലും ചിരിക്കുന്നുണ്ടാകും. നമുക്ക് മേൽക്കൈ കിട്ടിയ ഒരു ഏറ്റുമുട്ടലാണ് നടന്നത്. പാകിസ്ഥാൻ ജയിച്ചു എന്നാണ് അതേസമയം അഫ്രീദി പറയുന്നത്. ഇത് ശരിക്കും ഒരു കപട രാജ്യസ്നേഹത്തിന്റെയും കപട ദേശീയതയുടെയും ഒക്കെ ഒരു ഉദാഹരണമാണ്. ഈ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ട്രംപ് പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു ക്ഷീണമായെന്ന് മാത്രമേ ഉള്ളൂ. അഫ്രീദി നടത്തുന്നത് ഇല്ലാത്തത് ദേശീയതയുടെ പേരിൽ കള്ളം പറയുന്ന ഒരു പ്രവണതയാണിത്. ഇതുപോലെയല്ല പക്ഷെ നമ്മുടെ അഖിൽ മാരാർജി അതുപോലെ നരേന്ദ്രമോദിജിയെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്തിന്? മഹാത്മാഗാന്ധി പോലുമല്ല രാജ്യം, ജനങ്ങളും പ്രകൃതി ഭംഗിയും ഒക്കെ കൂടി ചേർന്നതാണ് രാജ്യം. BJP അല്ല രാജ്യം, മതേതരത്വം അല്ല കോൺഗ്രസ്. അവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ മാത്രമാണ് ഇതൊക്കെ. രാജ്യമാണ് വലുത്, രാഷ്ട്രീയമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. 100% കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതല്ല രാജ്യസ്നേഹം. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഭരിക്കാം. പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്ന് അഖിൽ മാരാർ പറയുന്നു. ഇതൊക്കെ എന്ത് തരം രാജ്യസ്നേഹമാണ്? അവിടെയുള്ള 25 കോടി ജനങ്ങൾ എവിടെ പോകും? അതൊരു തരത്തിലും രാജ്യസ്നേഹമല്ല. പാകിസ്ഥാനെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നതല്ല രാജ്യസ്നേഹം. ഇന്ത്യയും പാകിസ്ഥാനും ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. പാകിസ്ഥാന്റെ ദാരിദ്ര്യ നിരക്കുകൾ നിങ്ങളൊന്ന് നോക്കൂ. അവിടെ ദാരിദ്ര്യം കൂടുതലാണ്. രാജ്യം എന്ന് പറഞ്ഞാൽ മോദി എന്നാണോ? ഒരിക്കലുമല്ല. മതസൗഹാർദ്ദവും ബഹുസ്വരതയുമാണ് നമുക്ക് വേണ്ടത്. പാകിസ്ഥാൻ വിരോധത്തിന്റെ പുറത്ത് നമ്മുടെ രാജ്യസ്നേഹം ഉണ്ടാക്കരുത്. അതിൽ യാതൊരു അർത്ഥവുമില്ല. ഇന്ത്യയോടുള്ള സ്നേഹം, ഇന്ത്യക്കാരോടുള്ള സ്നേഹം ഇവിടുത്തെ സംസ്കാരത്തോടും ഭൂമിയോടും ഒക്കെയുള്ള സ്നേഹമായിരിക്കണം. അതുകൊണ്ട് അഖിൽ മാരാർ തിരുത്താൻ തയ്യാറാവണം. പാകിസ്ഥാൻ അടിച്ചാൽ മാത്രം നമുക്ക് തിരിച്ചടിക്കാം.